കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ കൃത്യമായി തിരിച്ചടി കിട്ടിയിരിക്കുന്നത് മൊട്ട അരുണിനും സഹാക്കന്മാർക്കും കോൺഗ്രസിനുമൊക്കെയാണ്. അതായത് പഴയ MP എ മാരിഫ് ഉൾപ്പെടെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ കൃത്യമാണത്. കുമ്മനടി എന്ന് പറഞ്ഞ് അനൂപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊട്ട അരുണും ഒക്കെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. അതായത് കേക്കുമായി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പലരും പറഞ്ഞത്. അതായത് ന്യൂനപക്ഷ വോട്ട് BJPക്ക് വേണം, അതുകൊണ്ട് BJP ഇനി ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ കന്യാസ്ത്രീകളെ പുറത്തിറക്കി അവരെ കൊണ്ടുവന്ന് മഠത്തിലേക്കാക്കി ഈ വിഷയം BJP മുതലെടുപ്പ് നടത്തും. തിരഞ്ഞെടുപ്പിൽ BJPയുടെ മുതലെടുപ്പ് രാഷ്ട്രീയത്തെ നിങ്ങൾ കണ്ണു തുറന്ന് കാണണം, സഭാ നേതൃത്വമേ ക്രിസ്ത്യൻ മിഷണറിമാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഇടത് സൈബർ ഇടങ്ങളിലും ഇടത് മാധ്യമ പ്രവർത്തകരുമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഘോരഘോരമായിരുന്ന് പ്രസംഗിക്കുന്നതൊക്കെ. പക്ഷേ അടി കിട്ടിയത് അവിടെയല്ല എന്ന് മാത്രം. അതായത് സഭയാണ് ഇപ്പോൾ ഈ സഹാക്കന്മാർക്കും മൊട്ട അരുൺ ഉൾപ്പെടെയുള്ള ചില ഇടതുപക്ഷത്തെ താങ്ങുന്ന വലതുപക്ഷത്തെയും താങ്ങുന്ന ചില ആളുകൾക്ക് പണി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇവർ പറയുന്നത് ഈ മാരാർജി ഭവനിലേക്ക് BJPയുടെ മാരാർജി ഭവനിലേക്ക് തിരുവനന്തപുരത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ അമിത്ഷാ വന്നിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മാരാർജി ഭവനിലേക്ക് എത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ ബിഷപ്പുമാർ അല്ലെങ്കിൽ സഭയുടെ ആൾക്കാർ തന്നെയാണ്. അവിടെ എത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം നിന്ന് കേക്ക് മുറിച്ച് അത് രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്നതും തിരിച്ച് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നതും നമ്മളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊക്കെ എത്ര വിഷം തുപ്പിയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മൊട്ട അരുൺ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ സൈബർ സഹാക്കളടക്കം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. BJP ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തും. അവിടെ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ, മതപരിവർത്തനം നടന്നിട്ടുണ്ടോ, നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടോ, ഇതൊക്കെ കൊണ്ടുവന്ന നിയമം കൊണ്ടുവന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് പോലും അവിടെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഈ ഇടതുപക്ഷവും എന്താ പറയുക ഈ കുറേ കോൺഗ്രസ്സുകാരും ഇരുന്ന് ഇത്തരം എന്താ പറയുക നെറികേടുകൾ പറഞ്ഞു പരത്തുന്നത് എന്നുള്ളതാണ്. ജോൺ ബ്രിട്ടാസ് അടക്കം കന്യാസ്ത്രീകളെ പിടിച്ച് കരയുന്നതും നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതും ഒക്കെ കണ്ടതാണ്. ഇവരുടെയൊക്കെ ഉടായിപ്പ് രാഷ്ട്രീയം കന്യാസ്ത്രീകൾക്കും സഭയ്ക്കുമൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്. കാരണം BJP പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ചെയ്യും. അമിത്ഷാ ഇറങ്ങി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും, സർക്കാർ എതിർക്കില്ല, കോടതിയിൽ കൃത്യമായി അവർക്ക് ഈ കേസ് പോലും നിലനിൽക്കില്ല എന്ന് അമിത്ഷാ വാക്ക് കൊടുത്തു. അത് കൃത്യമായി അമിത്ഷാ പാലിക്കുകയും ചെയ്തു. ഇവിടെ BJP കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ വളരാതിരിക്കണം, ആ വളർച്ച എങ്ങനെ തടയണം എന്ന് വിചാരിച്ചുകൊണ്ട് കാലാകാലങ്ങളായി കുറേ ആളുകൾ ഇങ്ങനെ ഇരുന്ന് BJPയെ തളർത്താനും അടിവേരറുക്കാനുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ ഈ പറയുന്നതല്ലാതെ ഇഞ്ച് പോലും BJPയെ തളർത്താൻ ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ളത് പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പിച്ചും പേയും വിളിച്ചു പറഞ്ഞ് കാലാകാലങ്ങളായി ഇങ്ങനെ തളർത്താനായി BJPയെ തളർത്താനായി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇടപെടേണ്ടത്, എപ്പോഴാണ് ഇടപെടേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി വളരണമെന്ന് അത് BJPക്കാർ ആഗ്രഹിച്ചാൽ മതി. അവിടെ മാധ്യമപ്രവർത്തകർ ആഗ്രഹിക്കണമെന്നൊന്നുമില്ല. മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണം, അല്ലെങ്കിൽ അവർ കൃത്യമായ കാര്യങ്ങളായിരിക്കണം ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത്. ഇവിടെ ഏത് മാധ്യമമാണ് കൃത്യമായി ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? അവരവൻ്റെ രാഷ്ട്രീയം അത് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുക. അതായത് ഒരു ജനവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നറിഞ്ഞിട്ടും ആ ജനവിരുദ്ധതയെ കൃത്യമായി പിന്നെ എന്താ പറയുക അത് ജനവിരുദ്ധമല്ല എന്നാക്കി തീർത്ത് മൂന്നാമത് പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ കിടന്ന് ശ്രമിക്കുന്നു. മറുവിഭാഗം UDFിനെ വീണ്ടും, അതായത് തേഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു രീതിയിലും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന UDFിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. അവരുടെ പാർട്ടിയിൽ നടക്കുന്ന എന്തൊക്കെ ദുഷിപ്പുകളും അത് പുറത്തു കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ മറ്റ് പല ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർന്നപ്പോഴും എന്തുകൊണ്ട് ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല എന്ന് ചോദിച്ചാൽ അത് UDFിൻ്റെ പ്രതിനിധിയാണ്. അവിടെ BJP പ്രതിനിധിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എടുത്തുവിടുത്ത് അലക്കി സൈബർ സഹാക്കളൊക്കെ സൈബർ ഇടങ്ങളിൽ
എന്തൊക്കെയായിരുന്നു പറച്ചിലുകൾ നടത്തി. എന്തായാലും ബ്രിട്ടാസ് ഉൾപ്പെടെ ഇപ്പോൾ തേഞ്ഞൊട്ടി ഇരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഇക്കാര്യത്തിൽ ഇനി മറ്റൊന്നും, അതായത് സഭയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇക്കാര്യത്തിൽ അവർ BJPക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദൈവവും മതവും ഇല്ല എന്ന് പുറമേക്കുള്ള പറച്ചിൽ, ഇപ്പോൾ അവനവൻ്റെ മതസ്ഥരായപ്പോൾ കാണിക്കുന്ന കോമാളിത്തരത്തിന് ഇവനെ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കമ്മികൾക്കായി ഇത് ഇവിടെ ഇടുകയാണ്. ഇവിടെ രസം അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിൽ വിശ്വാസികളായ കുറെ ഹിന്ദുക്കളുണ്ട്. അവരുടെ തോലെന്തിനു കൊള്ളും, കഷ്ടം. ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ചാനലിൻ്റെയും കയ്യാളായി നിന്ന് മറ്റൊരു സംസ്ഥാനത്തെ നിയമത്തിനെതിരെ സംസാരിച്ച MP ഒരു വിഭാഗത്തിൻ്റെ അമ്മമാരെ ചേർത്ത് നിർത്തുമ്പോൾ വേറൊരു അമ്മയോട് ചെയ്ത കൊള്ളരുതായ്മ ഓർമ്മയുണ്ടോ? ജാർഖണ്ഡിൽ ജയിലിൽ കിടന്ന അമ്മമാർക്ക് വേണ്ടി 9 ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ അമേരിക്കയിൽ പോയി പോലും ഒരു വിദേശിയെ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ എടുത്ത് ആ അമ്മയ്ക്കെതിരെ വേണ്ടാധീനം പറഞ്ഞത് ഓർമ്മയുണ്ടോ ബ്രിട്ടാസെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പല രംഗത്തെത്തുന്നത്. മാത്രമല്ല ഇവർക്ക് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവരുടെ ഈ കന്യാസ്ത്രീയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച BJP നേതാക്കളുടെ ഓഫീസിലെത്തി ക്രൈസ്തവ നേതാക്കൾ ഈ കേക്കൊക്കെ മുറിക്കുന്നത് കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഛത്തീസ്ഗഡിലെ കോൺവെൻറ്റിൽ ഷോൺ ജോർജിന് ഉൾപ്പെടെയുള്ളവർക്ക് അമ്മമാർ ഭക്ഷണം വിളമ്പുന്നതും അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ് ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും അതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞത് മാതാ അമൃതാനന്ദമയി കുറിച്ച് ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്കെതിരെ ഒരു വിദേശ വനിതയെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്തി അവരെ അപമാനിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് 2 അമ്മമാരെ ചേർത്ത് നിർത്തുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന 2 അമ്മമാരാണ്. അമ്മമാർക്ക് വേണ്ടി തീർച്ചയായിട്ടും അവരെ ചേർത്ത് നിർത്തണം. പക്ഷേ എല്ലാവരും നമ്മുടെ അമ്മമാരാണ്, ആ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടാസൊക്കെ മുന്നോട്ട് നീങ്ങില്ലെങ്കിൽ ബ്രിട്ടാസ് ഒന്ന് ഓടുന്ന വഴി പുല്ല് കുരിക്കില്ല എന്നുള്ള കാര്യം ബ്രിട്ടാസ് അടക്കമുള്ള മൊട്ടായരൺ അടക്കമുള്ളവർ ഓർത്താൽ നന്നായിരിക്കും. എന്തായാലും നിങ്ങളൊക്കെ തേഞ്ഞൊട്ടി എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ക്രൈസ്തവ സഭയിലുള്ളവർ തന്നെ BJP ഓഫീസിലെത്തി അവിടെ കേക്ക് മുറിച്ചു. BJP അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കേക്ക് അവരിങ്ങോട്ട് വന്ന് തന്നെ മുറിച്ച് അവർ നിങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം നിങ്ങൾക്കിനി എങ്ങനെയാണ് ഈ BJPയെയും ഈ BJPയോട് അടുക്കുന്നവരെയൊക്കെ തടയാൻ കഴിയുക എന്നുള്ളത് സ്വയം ചിന്തിക്കുക. നിങ്ങൾ അപഹാസ്യരാകാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം.